നിക്കാൻ. അയ്യോ, താഴേക്ക് ഇറങ്ങ വേഗം, അത് പൊട്ടിപ്പോവും. മമ്മി അവിടെ നിക്ക്, ഓടല്ലേ. അച്ഛ ഓടല്ലേ, ചാടി കെട്ടി. അയ്യോ അച്ഛൻ തലേന്ന് ഇറങ്ങ്. എന്തിനാ ബഹളം വെക്കുന്നേ? ഇന്ന് എന്തായാലും നിന്റെ ശരീരത്തിൽ മാന്താതെ വിടില്ല വീർ. രക്ഷിക്കണേ, ഈ പൂച്ച എന്റെ പുറകെ വന്നോണ്ടിരിക്കാണ്. വീർ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ഈ കഴുത ഞാൻ എവിടെ പോയാലും അവിടെയൊക്കെ വരുമല്ലോ. എനിക്ക് ആ കഴുതെ പോലും ജയിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ വീറിനെ ഉപദ്രവിക്കുന്നേ? ഇങ്ങനെ പോയാൽ എനിക്ക് വീറിനെ തൊടാൻ പറ്റില്ല ബോസ്. വാ ചിണ്ടു, നമുക്ക് കുട്ടിയും കോലും കളിക്കാം. കുട്ടിയും കോലും കളിച്ചിട്ട് ഒരുപാട് ദിവസമായി. ഞാൻ എവിടെ പോയിരുന്നാലും എന്നെ അടിയിടിയും തേടി വരുന്നുണ്ടല്ലോ. ഞാൻ ചെന്ന് ഗില്ലി എടുത്തോണ്ട് വരാം. ആദ്യം കഴുതയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം, എന്നാലേ വീടിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അക്കിടം പക്കിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. വീറിന്റെ കഥ അവസാനിപ്പിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇതെന്താണ് ബോസ്? നിങ്ങൾ എന്നെ പോലെ വേറൊരു കാറ്റിനെ ഉണ്ടാക്കിയോ? കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നും ചെയ്യരുത് ബോസ്. ടിംബക്ചി ഇതിനു മുന്നേ പല പ്രാവശ്യം തോറ്റിട്ടില്ലേ? എന്നിട്ട് പുറത്താക്കിയില്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? ഇത് പൂച്ചയല്ല, ഇത് റോബോട്ടാണ്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആ കാര്യം ഈ റോബോട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും ഓടിക്കോ. റോബോ ബോയ്ക്ക് അവനോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ നമ്മുടെ കാര്യം എന്താവും? ഓടിക്കോ. റോബോ ബോയ്, എന്താ പറ്റിയത്? നീ എന്താ ഇങ്ങനെ ഫ്ലോട്ട് ആയതുപോലെ പോകുന്നേ? എന്താ പറക്കാത്തത്? മനസ്സിലാവുന്നില്ല. എനിക്ക് എന്റെ ടോട്ടൽ ബോഡി വെയിറ്റ് കുറഞ്ഞെന്നാ തോന്നുന്നേ. ഞാൻ ബലൂൺ പോലെ ലൈറ്റ് വെയിറ്റ് ആയിരിക്ക. പിന്നെ എന്റെ ജെറ്റ് പാക്ക്, ലേസർ ബീം എല്ലാം ഡാമേജ് ആയിരിക്ക. എനിക്ക് പറക്കാനും പറ്റുന്നില്ല, ലേസർ ഫയർ ചെയ്യാനും പറ്റുന്നില്ല. ചിൽബുൾ, നീ ചെന്ന് ചിണ്ടുവിനെ തേട്. ഞാൻ പോയി അപ്പൂപ്പനോട് കാര്യം പറയാം.
ഹലോ ലാഫിംഗ് റോബോട്ട് കോമ്പറ്റീഷൻ തുടങ്ങാം. നമ്മളിൽ ആരാണ് വീറിനെ ഏറ്റവും ദൂരത്തേക്ക് വലിച്ചെറിയുന്നതെന്ന് നോക്കാം. ഓക്കേ, കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ റെഡി. ടിംബക്ടു, എന്നെ അങ്ങ് വിട്ടേക്ക്, അല്ലെങ്കിൽ നീ ഒരുപാട് വിഷമിക്കും. വീർ, ഇനി ഞാൻ വിചാരിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കൂ. ഇന്നാ പിടിച്ചോ, നീ ഇനി ബലൂൺ പോലെ പറന്നു പറന്നങ്ങ് പോകും. വരൂ വരൂ, കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ. ഹലോ ബ്രദർ, ഈ കുടയ്ക്ക് എന്താ വില? ഇവിടെയുള്ള എല്ലാ കുടകളും ഫ്രീ ആണ്. ആർക്കേത് കുടകൾ വേണമെങ്കിലും എടുത്തോണ്ട് പൊക്കോളൂ. ഫ്രീ ഫ്രീ 100% ഫ്രീ. ഫ്രീ ആയിട്ട് ഒരു കുട എടുത്താൽ മറ്റൊരു കുട ഫ്രീ. അച്ഛ അച്ഛ, അയാൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊട തരാന്ന്. വാ, നമുക്ക് ചെന്ന് എടുക്കാം. അയ്യോ രക്ഷിക്കണേ, അയ്യോ ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കുട വിൽപ്പനക്കാരനല്ല ഞാൻ, കുടകളുടെ രാജാവാണ്, രാജാവ്. ഞാനാണ് നമ്പർലാമാൻ. എന്താ ഇവിടെ സംഭവിച്ചത്? തീർച്ചയായിട്ടും അയാൾ മാഡ് മാക്സ് തന്നെയായിരിക്കും അയച്ചിരിക്കുന്നത്. എമിലി ചുൾബുൾ, നിങ്ങൾ ആരും അടുത്തേക്ക് വരരുത്, ഞാൻ ഇപ്പൊ വരാം. നല്ലവണ്ണം നിലവിളിക്ക്, അവൻ വരും, തീർച്ചയായും വരും. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ആരാ നീ? അവരെല്ലാം വിട്ടേക്ക്. റോബോ ബോയ്, നൈസ് മീറ്റിംഗ് യു. മഴത്തുള്ളികൾ ഇതാ കിലുകില വരുന്നു. നിന്റെയൊക്കെ കഥ ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. കാരണം ഞാൻ കുട വിൽക്കുന്ന വിൽപ്പനക്കാരനല്ല, കുടകളുടെ രാജാവാണ് ഞാൻ, രാജാവ്. അമ്പർലാമാൻ. നിനക്ക് റോബോ ബോയ് അല്ലേ വേണ്ടത്? ഞാൻ ഇതാ എത്തിക്കഴിഞ്ഞു. അവരെല്ലാം വിട്ടേക്ക്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ട്. ഇവനെ വകവരുത്താൻ ഞാൻ ഇവനെ കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുപോയേ പറ്റൂ, അല്ലെങ്കിൽ ലേസർ ബീം കാരണം മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാവും. ചുൽബുളിനെ ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചേക്കാം. അവനും ഇതുപോലെ മേഘത്തിൽ സവാരി ചെയ്താൽ വളരെയധികം സന്തോഷിക്കും. അവന് കഴിക്കാനായിട്ട് ക്യാരറ്റും കൊടുക്കും. വാവ്, ഇത്രയധികം കാരറ്റോ, കലക്കി. ചുൽബുൾ, താഴെ എല്ലാരും എന്റെ മഴ എൻജോയ് ചെയ്യുന്നുണ്ട്. വരൂ, നമുക്ക് ഇതുപോലെ തന്നെ ഇരിക്കാം. വീറ് നമ്മളെ കണ്ടാ ദേഷ്യപ്പെടും. അവൻ ഓൾറെഡി തന്നെ നമ്മളോട് പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്. ഇപ്പൊ ഞാൻ മരങ്ങളിൽ കയറി എല്ലാ പഴങ്ങളും കഴിക്കാൻ പോവുകയാണ്. എല്ലാരും വരൂ, പെട്ടെന്ന് താഴേക്ക് ഇറങ്ങ്. ഇംലി, നീ ഇവിടെ തന്നെ നിക്ക്, ഞാൻ മേളിൽ പോയി നമ്മുടെ ലഗേജ് എടുത്തോണ്ട് വരാം. എല്ലാരും കേക്കൂ, ഞാൻ ഇവിടുത്തെ ലോക്കൽ കൂലിയാണ്. എല്ലാവരുടെ ലഗേജ് ഞാൻ ഇറക്കി തരാം. ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾ തന്നെ എടുത്തോളാം, നീ മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുത്താ മതി. വീർ, ഇത് ഞാനാ ചുണ്ടു. ദേ മൂലയിലിരിക്കുന്നുണ്ടല്ലോ, അത് ചുൽബുളാണ്. ഞങ്ങൾ ആരും മനസ്സിലാക്കില്ല, അതുകൊണ്ട് നീ ദേഷ്യപ്പെടണ്ട. ഷെടാ, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. കൂലി, ആദ്യം എന്റെ സൂട്ട് കേസ് താഴെ ഇറക്കിത്താ. അതിന് നിന്റെ സൂട്ട് കേസ് ഏതാന്ന് പറഞ്ഞതാ. ഞാൻ നിന്നോടല്ല പറഞ്ഞത്, നിന്റെ കൂടെ ഒരു കൊച്ചു കൂലി നിൽപ്പുണ്ടല്ലോ, അവനോട് ചെയ്യാനാ ഞാൻ പറഞ്ഞത്. അവന്റെ പേര് വീരെന്നാണ്. എന്റെ കൂട്ടുകാരനെ കൂലിന്ന് പറയാണോ? അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, അയ്യോ എന്നെ വിട്.
വരൂ വരൂ, ഈ പഴയ ഫോർട്ടിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് കണ്ടോ, ഇതാണ് രാജാ ബാൻ സിംഗിന്റെ സ്റ്റാച്യു. ദാ ആ കാണുന്നതാണ് റാണി രൂപ്മതിയുടെ ശില്പം. ഈ ശില്പങ്ങളെല്ലാം 1000 വർഷം പഴക്കമുള്ളതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഹോളിന്റെ നടുക്കുള്ള ഈ ശില്പം ആരുടേതാ? അതെന്തിനാ നിങ്ങൾ ഇങ്ങനെ ചാടിക്കേറി ചോദിച്ചത്? എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ. അതൊരു ചെകുത്താന്റെ ശില്പമാണ്. പലരും പറയാറുണ്ട്, പൗർണമി രാത്രി അവസാനിക്കുന്ന സമയത്ത് സൂര്യന്റെ ആദ്യത്തെ രശ്മി ഭൂമിയെ തൊടുന്നതിന് മുൻപ് ഈ ചെകുത്താൻ ജീവനോടെ വരുമെന്നാണ് പറയുന്നത്. ആ സമയത്ത് അവന്റെ കണ്ണിൽ പെടുന്നവരെ എല്ലാം അവൻ കൊന്നുകളയുമത്രേ. പിന്നെ ഇന്ന് പൗർണമി ദിവസമാണ്. നിങ്ങൾ എല്ലാവരും വളരെ സൂക്ഷിക്കണം കേട്ടോ. ഇവൻ തീർച്ചയായിട്ടും ജീവനോടെ വരും. ചെല്ല് ഡേഞ്ചർ ഡെവിൾ, വീറിന്റെ കഥ അങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഓൾ ദ ബെസ്റ്റ്.